പാലക്കാട്ടേക്ക് പോകാം. ഇക്ബാൽ അറക്കൽ തയ്യാറാണ് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. പാലക്കാട്ട് നിന്ന് ഉൽപാദനം കൂടുതലാണ്, അതുപോലെ തന്നെ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പ്രത്യേകിച്ച് മാമ്പഴവും ഒക്കെ മറ്റിടങ്ങളിലേക്കൊക്കെ ധാരാളമായി വരുന്നതാണ്. അവിടുത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് ആളുകൾക്ക് ഇഷ്ടവുമാണ്. എന്നാൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? അളവിൽ കൂടുതൽ ഉപയോഗിക്കുകയാണോ പുഴുവൊക്കെ കയറാതിരിക്കാൻ? പാലക്കാട് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉൽപാദനം കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് പാലക്കാട് മാർഗമാണ് ഏറ്റവും കൂടുതൽ ഈ പഴങ്ങളായിക്കോട്ടെ പച്ചക്കറികളായിക്കോട്ടെ. പാലക്കാടാണ് ആദ്യ മാർക്കറ്റ് എന്ന് പറയുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ ആ പാലക്കാട് തന്നെ ഈ പരിശോധന നടത്തുമ്പോൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ പാലക്കാട് വിവിധ കടകളിൽ നിന്ന് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചപ്പോൾ 8 കടകളിൽ നിന്ന് വിൽപ്പന നടത്തിയിട്ടുള്ള പഴത്തിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് ഇത്തരത്തിൽ അളവിൽ കൂടുതൽ കീടനാശിനികൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്ന് ശേഖരിച്ചുള്ള 11 ഇനം പഴം പച്ചക്കറി ഇനങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ കീടനാശിനി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കത്തിരി, ഉരുളക്കിഴങ്ങ്, സ്ട്രോബെറി, മാതളം ഈ 4 ഇനങ്ങളും പാലക്കാട് നിന്ന് മാത്രമാണ് അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. കേരളത്തിൽ മറ്റ് ജില്ലകളിലൊന്നും കണ്ടെത്താതെ പാലക്കാട് നിന്ന് മാത്രമാണ് ഈ 4 ഇനങ്ങളിലും കീടനാശിനി ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കത്തിരിയും ഉരുളക്കിഴങ്ങും അത് രണ്ടും പാലക്കാട് കോങ്ങാടുള്ള ഒരു പച്ചക്കറി കടയിൽ നിന്നും വിൽപ്പന നടത്തിയിട്ടുള്ളതാണ്. ആ ഒരേ കടയിൽ നിന്നാണ് ഈ അളവിൽ കൂടുതൽ കീടനാശിനി ഉപയോഗിച്ചിട്ടുള്ള കത്രിക അഥവാ ബ്രിഞ്ചാൾ എന്ന് പറയുന്നതും ഉരുളക്കിഴങ്ങും ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുള്ളത്. സ്ട്രോബെറിയും അതുപോലെ തന്നെ മാതളവും പട്ടാമ്പിയിൽ നിന്നാണ് കണ്ടെടുത്തെങ്കിലും അത് രണ്ടും 2 കടകളിൽ നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഈ സേഫ് ടു ഈറ്റ് പരിശോധനയ്ക്ക് ശേഷം പുറത്തു വരുന്നത്. പാലക്കാട് വിവിധ കടകളിൽ നിന്നും ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഇതിൽ തന്നെ 8 കടകൾ, അതായത് പ്രത്യേകിച്ചും പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്, കോങ്ങാട്, ഞാങ്ങാട്ടിരി മേഖലകളിലുള്ള കടകളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള പഴങ്ങളിലും അതുപോലെ തന്നെ പച്ചക്കറികളിലുമാണ് ഇത്തരത്തിൽ അളവിൽ കൂടുതൽ കീടനാശിനികൾ ഉപയോഗിച്ചതായി ഇപ്പോൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി എന്ത് നടപടിയാണ് ഉദ്യോഗസ്ഥർ ഇത് തടയാൻ വേണ്ടി, ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എടുക്കുക എന്നതാണ് ഇനി നോക്കിക്കാണുന്നത്. ഏതായാലും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പച്ചക്കറികളിൽ അമിത അളവിൽ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയിരിക്കുകയാണ്. 8 പഴവർഗ്ഗങ്ങളിലും ഗുരുതരമായ അളവിൽ കീടനാശിനി പ്രയോഗം കണ്ടെത്തിയിരിക്കുന്നു. 3 ജില്ലകളിൽ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. ആപ്പിൾ, സപ്പോട്ട, മുന്തിരി, പേരയ്ക്ക, ഓറഞ്ച് തുടങ്ങി നമ്മൾ പ്രതിദിനം വാങ്ങുന്ന പഴവസ്തുക്കളിലാണ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളിലാണ് ഈ കണ്ടെത്തൽ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സൂക്ഷിച്ച് ഈ സാധനങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുക എന്നത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. പരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുകയാണ്. അധികൃതരാണ് നടപടിയെടുക്കേണ്ടത്. കൃത്യമായ പരിശോധനകൾ വേണം. പല പ്രേക്ഷകരും ചോദിക്കുന്ന പോലെ കടയിൽ വന്നിരിക്കുന്ന സാധനത്തിന്റെ ഉത്തരവാദിത്തം ആ ചില്ലറ കച്ചവടക്കാരനല്ലല്ലോ. ഈ സാധനങ്ങളൊക്കെ അതിർത്തി കടന്നു വരുമ്പോൾ അതിന്മേൽ കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ടോ? അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? മന്ത്രിയടക്കം ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രി ഒരു യാത്രയിലാണെന്നാണ് അറിയിച്ചത്. എന്തായാലും യാത്രയൊക്കെ കഴിയട്ടെ. നമുക്ക് മന്ത്രിയുടെ പ്രതികരണവും ഈ വിഷയത്തിൽ വേണം. സുരക്ഷിതമായിരിക്കണം നമ്മുടെ ഭക്ഷണം. തീൻമേശയിലേക്ക് വിഷം എത്താൻ നമുക്ക് അനുവദിക്കാനാകില്ല. ഈ യാത്ര നമ്മൾ തുടരും.